കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ഓരോ ആഴ്ചകളിലും ഓരോ അഭിഷിക്തരുടെ അനുഭവങ്ങൾ, കർത്താവ് നടത്തിയ വഴികൾ നമ്മൾ കേട്ട് ഒത്തിരി പേർക്ക് അത് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ അറിയുന്നതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ധാരാളം കോളുകൾ വരുന്നുണ്ട്, ധാരാളം ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട്. നിശ്ചയമായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ പ്രാർത്ഥിക്കും. വലിയ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവം ചെയ്യും. ഇന്നത്തെ ദിവസം നമ്മൾ മറ്റൊരു പുതിയൊരു അതിഥിയുമായിട്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത്. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അനുഭവ സാക്ഷ്യങ്ങളും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തികളും പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിൽ സെറ്റിൽഡായി കർത്താവിൻ്റെ വേല ദീർഘവർഷമായി ചെയ്യുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ സാധാരണ നമ്മൾ എപ്പോഴും ദൈവത്തിൻ്റെ ദാസന്മാരെയാണ് ഫ്രണ്ടിൽ കൊണ്ടുവരാറുള്ളത്. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ ദാസനല്ല, കർത്താവിൻ്റെ ഒരു ദാസിയാണ് നമ്മോടുകൂടെ ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാറുള്ളത്. മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാകും. സ്തോത്രം. ഇന്ന് നമ്മോട് തൻ്റെ ഈ സഭ വളർച്ചയെക്കുറിച്ചും ദൈവത്തിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചും നമ്മൾ ഷെയർ ചെയ്യുവാൻ വന്നിരിക്കുന്നത് കർത്താവിൻ്റെ പേരിൽ ദീർഘവർഷം ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ജ്യോതി ജോൺസൺ അവர்களാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഹാർവസ്റ്റ് TV ഒരുക്കുന്ന കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സിസ്റ്ററിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കർത്താവ് കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങളെ നടത്തി, നിങ്ങളെ കർത്താവ് ഇത്രത്തോളം വളർത്തി, ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ കൂടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സിസ്റ്റർ, ഒന്നാമതായി ഞങ്ങൾ ആൻറ്റിയോട് ചോദിക്കുന്നു, സാധാരണ ഞങ്ങളുടെ പ്രേക്ഷകരൊക്കെ ചിന്തിക്കും സാധാരണ പാസ്റ്റർമാരെ ആണല്ലോ ഇൻ്റർവ്യൂ ചെയ്യാറുള്ളത്, പക്ഷേ ഇന്നെന്തുകൊണ്ട് ഒരു ആൻറ്റി അത് എന്ന് ചോദിക്കും. ഒന്നാമതായി ഞാൻ ആൻറ്റിയോട് ചോദിക്കാൻ പോകുന്നത്, നമ്മുടെ സഭയിലെ പാസ്റ്റർ ദീർഘവർഷം കർത്താവ് വെയിലായിരുന്നു, കർത്താവ് പാസ്റ്റർ ജോൺസൺ അവർ. ആ ദൈവദാസനെ കുറിച്ച് ചില വാക്കുകൾ ആൻറ്റി ഞങ്ങളുടെ പ്രേക്ഷകരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനൊരു അവസരം ദൈവാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ധന്യനായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1992 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. മെയ് മാസം 21-ാം തീയതിയായിരുന്നു വിവാഹം കഴിഞ്ഞ ശേഷം. ഒരു വർഷക്കാലം ഞങ്ങൾ നാട്ടിൻ്റെ പ്രദേശത്ത് തന്നെ കർത്താവിൻ്റെ വേലയിൽ പ്രാർത്ഥിച്ച്, അപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. FTCയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ കോളേജിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ പഠിച്ചു കഴിഞ്ഞ ശേഷം ആ പഠിത്തത്തിനോടത്തോടുകൂടി തന്നെ ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു. പ്രാർത്ഥനയിൽ ചെലവഴിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദർശനം കൊടുത്തു. കർത്താവ് ദാസനോട് പറഞ്ഞു, പഠനത്തിന് ശേഷം ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് പോയി അവിടെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ വിളി ഞങ്ങൾ അനുസരിച്ച് ദൈവദാസൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂർ പട്ടണത്തിലേക്ക്, അപ്പം എൻ്റെ മാതാവും എൻ്റെ മാതാവ് ഇവിടെ ഉണ്ടായിരുന്നു, പിതാവ് ഗൾഫിൻ്റെ പ്രദേശത്ത് ജോലിയിലായിരുന്നു. വിളിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മമ്മയും പപ്പയും പറഞ്ഞു, ഓക്കെ ഇവിടെ വന്ന് വേല തുടങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ വന്ന് ഭവനത്തിൽ താമസമായി. ഭവനത്തിൽ താമസിച്ചുകൊണ്ട് ഞങ്ങൾ വെളിയിൽ വാടകയ്ക്ക് വീടെടുത്ത് ഒരു പ്രവർത്തനം തുടങ്ങാമെന്ന് പറഞ്ഞുള്ള ചിന്തയിലും പ്ലാനിലും ഒക്കെയാണ് ഞങ്ങൾ വന്നത്. എന്നാൽ അങ്ങനെയല്ല നടന്നത്. ഡാഡി പറഞ്ഞിങ്ങനെ ദൈവം ഒരു വീട് ഭവനം തന്നപ്പോൾ നിങ്ങൾ വെളിയിൽ പോയി നടത്തണ്ട, ഭവനത്തിൻ്റെ അകത്ത് തന്നെ ആരാധന നടത്താമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് തന്നപ്പം എൻ്റെ മാതാവും ഒക്കെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ കൂടി വന്ന് ആരാധിച്ചുകൊണ്ട്, പെനിയൽ അസംബ്ലിയിലായിരുന്നു ആരാധിച്ചുകൊണ്ട് വന്നത്. അപ്പം അവിടെ തന്നെ ഞങ്ങൾ ആരാധന തുടങ്ങാൻ തുടങ്ങി. എന്നാൽ തുടങ്ങിയ സമയത്ത് തന്നെ ഒത്തിരി പെന്തക്കോസ്ത് സംഘടനയിൽ തന്നെ ഒത്തിരി എതിർപ്പുകൾ, ഒത്തിരി വെല്ലുവിളികളൊക്കെ ശുശ്രൂഷ കാലഘട്ടത്തിൽ നേരിടേണ്ടി വന്നു. ഒത്തിരി പേര് ഞങ്ങളെ മാറ്റി നിർത്തി. തുടങ്ങിയപ്പോൾ കർത്താവിൻ്റെ ദാസന് ദൈവത്തിൻ്റെ ആത്മാവ് കൃപാവരങ്ങളാൽ നിറച്ച് ഹീലിംഗ് മിനിസ്ട്രി, പിശാചിനെ പുറത്താക്കുവാനുള്ള വരം, അങ്ങനെയുള്ള എല്ലാ നല്ല കഴിവുകൾ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തിട്ടുണ്ട്. ദൈവാത്മാവിൽ പ്രവചിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ സഭ തുടങ്ങി. സഭ അങ്ങനെ വളർന്നു വരുമ്പോൾ തന്നെ ഭയങ്കര പ്രതികൂലം എന്ന് പറഞ്ഞാൽ പെന്തിക്കോസ്തുകാരെന്ന് പറയുന്നത്, ദൈവമക്കളെന്ന് പറയുന്നത്, അഭിഷിക്തന്മാരെന്ന് പറയുന്നവരിൽ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി എതിർപ്പുകളുണ്ടായി. അനേകർ പോയി ഞങ്ങളെ സഭകളിൽ വിളിക്കരുത്, പ്രാർത്ഥിപ്പിക്കരുത്,
അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ചെയ്തെങ്കിലും ദൈവം അവരൊക്കെ മുന്നിൽ ഞങ്ങളെ മാനിച്ചു. ക്രമേണ ദൈവപ്രവൃത്തി ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വെളിപ്പെട്ട് ദൈവം ഞങ്ങൾക്ക് 2 മക്കളെ ദാനമായി തന്നു കഴിഞ്ഞ് പിന്നെ ഈ ദേശത്തിന് സ്വന്തമായ അവകാശമായിപ്പാൻ ദൈവം അവസരങ്ങളെ തന്നു. കഥാനുദാസൻ ശുശ്രൂഷയ്ക്കായി വെളി രാജ്യങ്ങളിലേക്ക് ദൈവം അയക്കാൻ തുടങ്ങി. എല്ലാം ദൈവത്തിൻ്റെ നാമമഹത്വമല്ലാതെ അല്ലെങ്കിൽ ദൈവം ചെയ്തതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ എടുത്തു പറയാനൊന്നുമില്ല. അച്ഛൻ്റെ പേര് ജോൺസൺ കാഞ്ഞിൽ വർഗീസ്. ജോൺസൺ KV എന്ന് അറിയപ്പെടുന്നത്. ജോൺസൺ കാഞ്ഞിൽ വർഗീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ജോൺസൺ KV എന്നാക്കി. അപ്പം ജോൺസൺ വർഗീസ് എന്നായിരുന്നു. അങ്ങനെ വർഗീസ് എന്ന് വെച്ച് പേരിട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് MA വർഗീസിൻ്റെ മോനും ജോൺസൺ വർഗീസാണ്. അങ്ങനെ ആയപ്പോൾ രണ്ടും ഒരു കോൺഫ്ലിക്റ്റ് ആയി. പിന്നെ അവർ രണ്ടും കൂടെ സംസാരിച്ച് പറഞ്ഞു, ഓക്കെ ആ പാസ്റ്റർ പറഞ്ഞു ഞാൻ ജോൺസൺ KV എന്നാക്കാം, അച്ഛൻ ജോൺസൺ K വർഗീസ് എന്നാക്കിയോണം. അങ്ങനെ ജോൺസൺ K വർഗീസ് എന്നറിയപ്പെട്ട് താൻ ദീർഘവർഷം ഇവിടെ 28 വർഷമായി ഞങ്ങൾ ബാംഗ്ലൂരിൽ മിനിസ്ട്രി തുടങ്ങിയിട്ട്. ക്രമേണ ദൈവം വളർത്തി, ദൈവം ചെയ്തല്ലാതൊന്നും പറയുവാനില്ല. അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ അച്ഛൻ ഒത്തിരി ഉപവസിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞങ്ങൾ എല്ലാ വർഷവും 40, 21 അങ്ങനെ എല്ലാ വർഷവും ഉപവസിക്കുമായിരുന്നു. അങ്ങനെ ദൈവാത്മാവ് പതുക്കെ സഭകളെ ചേർത്ത് തരുവാൻ തുടങ്ങി, പ്രവർത്തകരെ ചേർത്ത് തരുവാൻ തുടങ്ങി. അങ്ങനെ വന്നു. കർത്താവിൻ്റെ ആത്മാവ് പറയുന്ന എല്ലാം അതുപോലെ ഉടനെ ആ നിമിഷം തന്നെ എൻ്റെ അച്ഛൻ ചെയ്യും. അങ്ങനെയാണ് അച്ഛൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഭയങ്കര സ്ട്രിക്റ്റാണ്. കർക്കശം എന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. ബാക്കിയുള്ളതിലൊക്കെ നല്ല ലവിങ് ആൻഡ് കെയറിങ്ങും എല്ലാവരെയും സ്നേഹിക്കുകയും എടുക്കുകയും സഹകരിക്കാനൊക്കെ നല്ല വ്യക്തിത്വം തന്നെയാണ് എൻ്റെ അച്ഛന്. പക്ഷേ ആത്മീയ കാര്യത്തിൽ ഉഴപ്പ് പരിപാടിയൊന്നും പറ്റത്തില്ല. ആരെയാണെങ്കിലും അത് കറക്റ്റ് ചെയ്യും, മുഖത്ത് നോക്കി എല്ലാം പറയും അങ്ങനെ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛന് എപ്പോഴും ഉപവസിക്കുകയും വലിയ ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴൊക്കെ വയറുവേദന ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ വിചാരിച്ചെല്ലാം ഗ്യാസാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. സ്നാനമുണ്ടായിരുന്നു ജൂൺ 21 22 ദ ടൈം ഹാസ് കം എന്ന് പറഞ്ഞ് വലിയൊരു പ്രോഗ്രാം നടത്തുമായിരുന്നു. അന്ന് ഓൺലൈനിൽ സൂമിൽ കൂടെ ആയിരുന്നു. അപ്പോൾ കോവിഡ് സമയത്തൊക്കെ ഞങ്ങൾ അന്നെങ്കിൽ വിചാരിച്ചു, ഓക്കെ ഈ ദേശത്തൊക്കെ നമ്മൾ ഒത്തിരി പേരെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ദേശത്ത് വില്ലേജസിൽ എല്ലാ അഭിഷിക്തന്മാർക്ക് കഷ്ടത്തിൽ പ്രയാസത്തിലായിരിക്കുന്ന ഒത്തിരി ദൈവദാസന്മാർക്കൊക്കെ സപ്പോർട്ട് ചെയ്തു, കിറ്റ് മേടിച്ചു കൊടുത്തു. അങ്ങനെ ഇരുന്നപ്പോൾ ഒത്തിരിയും പേര് ഓക്സിജൻ ലഭിക്കാതെ മരിക്കുന്ന കണ്ടപ്പോൾ വിചാരിച്ചെന്നാൽ ഓക്സിമീറ്റർ വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ ഓക്സിമീറ്റർ മേടിച്ചു കൊടുത്തു. ഓക്സിജൻ ലെവൽ കുറവായിട്ട് ഒത്തിരിയും പേര് ഹോസ്പിറ്റലിൽ പോകുന്ന വഴി തന്നെ മരിക്കുന്നതിന് വിചാരിച്ചെന്നാൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വില തിരക്കിയപ്പോൾ 85,000 75,000 എന്നൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെയില്ല, അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം ഉള്ള ആ താല്പര്യത്തിൽ ഞങ്ങൾ അമേരിക്കയിലുള്ള ഒരു കമ്പനിയുമായിട്ട് കോണ്ടാക്റ്റായി. അവർ നിർത്തുന്ന 26 ഓക്സിജൻ കോൺസെൻട്രേറ്റർ മേടിച്ച് അതിവിടെ ഇറക്കിക്കൊണ്ടിരുന്നപ്പം ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. ജൂൺ മാസം സാധനങ്ങളെല്ലാം വന്ന് ഇറക്കി കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ഒരു ദിവസം രാവിലെ ഇങ്ങനെ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ മടക്കുമ്പോൾ തനിക്ക് ഇരിക്കുവാൻ കഴിയാത്ത പോലെ വയറ് ഭയങ്കര വേദന. ഉടനെ എൻ്റെ ഡോക്ടറെ, എൻ്റെ ഫാമിലി ഡോക്ടറെ, എനിക്ക് ആക്ച്വലി മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ട്, ഞാൻ ഒത്തിരി സൗഖ്യമില്ലാത്തവളൊക്കെ, പക്ഷേ കർത്താവിൻ്റെ ദാസന് ഒരു കുഴപ്പമില്ല. ആ ഏപ്രിൽ മാസം ഫുൾ ബോഡി ചെക്കപ്പ് എല്ലാം ചെയ്തപ്പോൾ എല്ലാം താൻ നോർമലായിരുന്നു. ഷുഗറില്ല, BP ഇല്ല, അങ്ങനെ പറയത്തക്ക ഒരു അസുഖം ഇല്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ ഒക്കാതായപ്പോൾ ഉടനെ ഡോക്ടറുകളെ വിളിച്ചു. ഡോക്ടർ സൈമൺ ഫ്രെഡും എന്ന അങ്കിളുടെ പേര്. അപ്പം പെട്ടെന്ന് ഡോക്ടറുകളെ വിളിച്ചപ്പോൾ അങ്കിൾ പറഞ്ഞു, ഓക്കെ ജോൺസൺ മാസ്റ്റർ പെട്ടെന്ന് വാ, നമുക്കൊന്ന് നോക്കാം. അങ്ങനെ എന്നോട് പറഞ്ഞു, മോളെ 11:30 ഒരുങ്ങി നിൽക്കുക, നമുക്ക് ഡോക്ടറുകളുടെ അടുത്ത് പോകണമെന്ന്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി വെച്ചാൽ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര വയറ്റ് വേദനയാണെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഒരുങ്ങി നിന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവിടെ അൾട്രാസൗണ്ട് എടുത്തു കഴിഞ്ഞപ്പം ഇങ്ങനെ അവർ കണ്ടു ഒരു എംബ്ലിക്കൽ ഹെർണിയയും ഒരു ഗ്രോത്തും ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ അവർ ഒന്ന് കൺഫേം ചെയ്യാനൊക്കെ കൊണ്ട് ബാപ്റ്റിസ്റ്റിൽ പോയി നിങ്ങൾ CT സ്കാൻ എടുത്തുകൊണ്ട് വരാം. ഞങ്ങൾ CT സ്കാനും എടുത്ത്. അപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു ഇത് പഴുത്തിരിക്കുക, പെട്ടെന്ന് സർജറി ചെയ്തേ ഒക്കത്തുള്ളൂ പാസ്റ്ററെ. അപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്ക് ഒരു സ്നാനമുണ്ട്, മീറ്റിംഗ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഡോക്ടറെ എനിക്ക് പറ്റത്തില്ല. ഒരു 22-ാം തീയതി വന്ന് ഞാൻ 21-ാം തീയതി വൈകിട്ട് വന്ന് അഡ്മിറ്റ് ആകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 14-ാം തീയതിയോടെ ഹോസ്പിറ്റലിൽ CT സ്കാൻ എടുക്കാൻ 15-ാം തീയതി ബാപ്റ്റിസ്റ്റ് പോകുന്നത്. അപ്പോൾ ദിവസങ്ങളെല്ലാം ഇങ്ങനെ ഡോക്ടറിനോട് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ഈ മീറ്റിങ്ങിൻ്റെ അന്ന് അല്ലെങ്കിൽ ഇവിടെ ബാപ്റ്റിസം ഉണ്ട്, 3 പിള്ളേരുടെ സ്നാനമുണ്ടായിരുന്നു അന്ന് നമ്മുടെ സഭയിൽ വെച്ച്. തിങ്കളാഴ്ചയായിരുന്നത്. തിങ്കളാഴ്ച സ്നാനം കഴിഞ്ഞ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. 21-ാം തീയതി ആയിരുന്നത്, ജൂൺ 21-ാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞു. 22-ാം തീയതി അവിടെ തൊട്ട് ട്രീറ്റ്മെൻറ്റ് അവർ തുടങ്ങി. അപ്പോഴത്തേനും ഡ്രിപ്പൊക്കെ കൊടുത്തു തുടങ്ങി. എന്നിട്ട് 22-ാം രാവിലെ അച്ഛൻ സൂമിൽ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ദ ടൈം ഹാസ് കം എന്നും പറഞ്ഞുള്ള ആ പ്രോഗ്രാം നടത്തി. നമുക്ക് ബാംഗ്ലൂരിൽ എല്ലാവർക്കും അറിയാം, ഒരു വലിയൊരു പ്രോഗ്രാമായിരുന്നു. എല്ലാ അഭിഷിക്തന്മാരും നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഫോറിനിൽ നിന്നും ഒക്കെ ഉള്ളവരൊക്കെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തു ആ പ്രോഗ്രാമിന്. ആ പ്രോഗ്രാം കഴിഞ്ഞ് എല്ലാവരോടും പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. ശക്തമായിട്ട് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ തിങ്സ് വേഴ്സായി മാറ്റപ്പെട്ടു. സർജറി കഴിഞ്ഞപ്പോൾ
പിന്നെ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജാണ് തൻ്റെ ലൈഫെന്ന്. എന്നോട് അപ്ലൈ ഡോക്ടറുകൾ വിളിച്ച് പറഞ്ഞു 3 മാസമേ കാണത്തുള്ളൂ. എന്നോട് അപ്ലൈ പറഞ്ഞു ബയോപ്സിയുടെ റിസൾട്ട് വരുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞ് 3 മാസമേ കാണത്തുള്ളൂ പാസ്റ്റർ, അതിന് മുന്നേ എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിക്കണമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറുകളുടെ റിപ്പോർട്ടെല്ലാം ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞാൻ അതിനെല്ലാം ബൈൻഡ് ചെയ്ത് ബന്ധിച്ച് ശാസിച്ച് ക്യാൻസൽ ചെയ്തൊക്കെ പ്രാർത്ഥിക്കും. ബിക്കോസ് വിശ്വാസത്തിൻ്റെ ഭയങ്കര തീഷ്ണത നിൽക്കുന്ന സമയം. ഞാൻ പറഞ്ഞില്ല, ദൈവം അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല, കർത്താവിൻ്റെ ദാസനെ സൗഖ്യത്തോടെ പുറത്തു കൊണ്ടുപോയി. അപ്പം ഞങ്ങൾ ഒത്തിരി പ്ലാൻ ചെയ്തു, മോൻ്റെ അടുത്ത് പോകാനുള്ളതും പിന്നെ ഞങ്ങൾ അടുത്ത വർഷം ഇവിടെയൊക്കെ പോയി ശുശ്രൂഷിക്കണം എന്നെല്ലാം പ്രാർത്ഥിച്ച് ദൈവാത്മാ പറയുന്ന കാര്യങ്ങളെല്ലാം അച്ഛൻ ഓൺ ദ സ്പോട്ട് അപ്പം എഴുതിയിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ശീലമാണ്. ദൈവം പറഞ്ഞാൽ പിന്നെ അപ്പുറത്തോട്ട് ഇടത്തോട്ടും വലത്തോട്ട് നോക്കത്തില്ല, എടുത്ത് ചാടി ചെയ്യും എന്ത് പറഞ്ഞാലും. അങ്ങനെ ഒരു സ്വഭാവം ഇവിടെ ഉള്ളവർക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അച്ഛൻ്റെ സ്വഭാവം. അപ്പോൾ അങ്ങനെ തീരുമാനിച്ച് ഒക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു ശക്തമായിട്ട്, അങ്ങനെ ഒരിക്കലും വരത്തില്ല. പക്ഷേ സർജറി കഴിഞ്ഞ് പിന്നെയും കോംപ്ലിക്കേഷൻസ് ആയി, പിന്നെയും അത് ഗ്യാസ് ഫോമായി. അവർ പറഞ്ഞു റീ ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു. റീ ഓപ്പൺ ചെയ്തു കഴിഞ്ഞപ്പോൾ ശ്വസിക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ട് വെന്റിലേറ്ററിൽ ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ വെന്റിലേറ്ററിലായി. അപ്പോഴെല്ലാം ദൈവസേന വിശ്വാസം കൈവിടാതെ പ്രാർത്ഥിച്ചു. അപ്പോഴത്തേനും ആ ഒരു ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴത്തേനും അത് മൊത്തം ലോകമുള്ള എല്ലാവരും അറിയാൻ ഇടയായിത്തീർന്നു. ഒത്തിരി പേര് വിളിച്ചു, ഒത്തിരി അഭിഷക്തന്മാർ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ദൈവമക്കളെ ദൈവദാസന്മാരെ സഭകൾ ഉപസിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ലോകത്തെല്ലാവരും അറിഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴും എൻ്റെ വിശ്വാസം കൈവിട്ടില്ല. അപ്പോൾ അച്ഛൻ സർജറി കഴിഞ്ഞ് റൂമിൽ വന്ന് അന്യഭാഷയിൽ തന്നെ സംസാരിക്കുകയോ പാട്ട് പാടുക, എന്നിട്ട് പറയാം മോളെ പ്രാർത്ഥിക്കുക, ദേവദാസന്മാരെല്ലാം വിളിക്കുക, നമുക്ക് പ്രാർത്ഥന ഇന്നാൾ പ്രാർത്ഥിക്കുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ സെഡഷനിലാണെങ്കിലും ഇങ്ങനെ പറയുക. 12 പറയും ജോമോളെ കാറിൻ്റെ കീ എടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് പാം, ഇങ്ങനെയായിരുന്നു. പിന്നെ ഉണർന്നു കഴിയുമ്പോൾ പിന്നെ ഈ വേദനയെ പറ്റി ഒന്നും പറയത്തില്ല. തൻ്റെ വേദന പറയാം. എന്നോട് ചോദിക്കുന്ന മോളെ നീ വല്ലതും കഴിച്ചോ, നീ എന്താ കിടക്കാത്തത്, നിനക്ക് വയ്യാലോ, നീ റെസ്റ്റ് ചെയ്യ്, നീ വീട്ടിൽ പോ, ഇങ്ങനെ എന്നോട് പറയുമെന്ന്. എന്നാൽ അച്ഛന് വേദന, അച്ഛന് പറ്റത്തില്ലെന്ന് ഒരു വാക്ക് പോലും അല്ല ദൈവത്തോട് പോലും ഇങ്ങനെ ചോദിച്ചില്ല. അപ്പോഴും മറ്റുള്ളവരുടെ കാര്യം, പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവദാസന്മാരെല്ലാം വിളിക്കുക. അപ്പോഴെല്ലാം ഞാൻ പറയുന്നത് എന്തോ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, നമ്മളേതായാലും വീട്ടിൽ പോകത്തില്ലയോ, സൗഖ്യമാകുമല്ലോ, അച്ഛൻ ദൈവം സൗഖ്യം തരും ഒക്കെ പറയും. അച്ഛൻ പറഞ്ഞ ആ രക്തം ചെയ്യാം, ദൈവം സൗഖ്യം തരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആയി. പക്ഷേ സിറ്റുവേഷൻ വേഴ്സായി. എപ്പം ഡോക്ടർമാർ വന്ന് പറയുന്നത് ജോണ്ടിസ് ആയിരിക്കും. 2ാമത്തെ ദിവസം ആയപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തെടുത്തു. അതും പ്രാർത്ഥിച്ചു ശക്തമായിട്ട്. ദേശത്തും രാജ്യത്തുള്ളവരും എല്ലാവരും പ്രാർത്ഥിച്ചു. സഭയിൽ ഓരോരുത്തർ ഉപസിച്ച് പ്രാർത്ഥിച്ചു. ദേവദാസന്മാരല്ലേ 24 മണിക്കൂർ ഇവിടെ പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ കർത്താവിൻ്റെ ദാസൻ്റെ വിടുതലിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവത്തോട് ചോദിച്ചില്ല എന്താ കർത്താവ് ഇങ്ങനെയെന്നൊന്നും ചോദിച്ചില്ല. അപ്പം ഡോക്ടർ ലാസ്റ്റ് വന്ന് ഒരു സജഷൻ പറഞ്ഞത്, കീമോ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ വേറൊരു ഹോളിട്ടിട്ട് വേറൊരു സർജറി കൂടെ ചെയ്ത് ലാസ്റ്റ് കൊളോട്ടോമി എന്ന് പറയുന്നത് കണ്ട് ഒരു സർജറി ഉണ്ട്, അത് ഈ പാക്കറ്റ് കണ്ട് വെളിയിട്ട് അങ്ങനത്തെ ലാസ്റ്റ് ഒരു സർജറിയാണ്. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ് ആ സർജറി ചെയ്യുവാണെങ്കിൽ തന്നെ നോർമലായിട്ടൊരു ജനറൽ അനസ്തീസിയ കൊടുത്ത് ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനെ ജനറൽ അനസ്തീസിയ കൊടുത്താൽ വെന്റിലേറ്റർ ഇടേണ്ടി വരും, പിന്നെ എപ്പോഴാണ് നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ ഒക്കുന്നതെന്ന് പറയാൻ ഒക്കത്തില്ല. ലോക്കൽ അനസ്തീസിയ കൊടുത്ത് നമുക്ക് ആ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ ഹിതമല്ലായിരുന്നു. വൈകിട്ടായപ്പോൾ തന്നെ ട്യൂബ് അങ്ങ് ഡിസ്കണക്റ്റ് ആയിപ്പോയി. രാവിലെ വന്ന് അവർ ബ്ലഡ് എടുത്തിട്ട് നോക്കുമ്പം അച്ഛന് ബ്ലഡിൻ്റെ അകത്ത് വേരിയേഷൻസ് ഉണ്ട്. ഡോക്ടർ പറഞ്ഞു ലോക്കൽ അനസ്തീസിയ കൊടുക്കാൻ ഒക്കത്തില്ല, ജനറൽ അനസ്തീസിയ മാത്രമേ കൊടുക്കാൻ ഒക്കത്തുള്ളൂ. അപ്പം എന്നോട് വന്ന് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അപ്പോഴത്തേനും ഞങ്ങൾ മോള് അവിടുന്ന് വീഡിയോ കോളിൽ എപ്പോഴും വിളിച്ച് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം മോളോട് സംസാരിച്ചു. മോനെ അപ്പോഴത്തേനും ദൈവം അനുവദിച്ച് അവൻ വരുവാൻ ദൈവം സഹായിച്ചു, അവൻ വന്നു. അപ്പം അവർ പറഞ്ഞു, അപ്പോൾ 7-ാം തീയതി 8-ാം തീയതി രാവിലെയാണ്. അപ്പം എന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാ പറഞ്ഞു സർജറി വേണ്ട, വീട്ടിലങ്ങ് കൊണ്ടുപോകാമെന്ന് പറയാൻ പറഞ്ഞു. ഞങ്ങൾ ഡോക്ടറുകളോട് പറഞ്ഞു വേണ്ട, ഒരു സർജറി ഞങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് അന്ന് ശനിയാഴ്ച 12-1 മണിയോടെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടും അച്ഛൻ ഓക്സിജൻ കോൺസെൻട്രേറ്റ് കണക്റ്റഡ് ആയിരുന്നു. അങ്ങനെ തന്നെ കിടന്നു. പിന്നെ അന്ന് ശനിയാഴ്ച വൈകിട്ട് ഞങ്ങൾ ഒരുമിച്ച് കത്രിമേശ, അച്ഛൻ പറഞ്ഞു കത്രിമേശ എടുത്ത് 30 നാളായി, നമുക്ക് കത്രിമേശ കഴിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ മോളെയും വിളിച്ച് മോനും ഞാനും ഞങ്ങൾ കുടുംബമായിട്ടിരുന്ന് ആ കട്ടിലിൽ നിന്നുകൊണ്ട് കത്രിമേശ കഴിച്ചു. മോള് വീഡിയോ കോളിലായിരുന്നു. അപ്പോൾ മോളോട് പറഞ്ഞു മോള് പ്രാർത്ഥിച്ച് ഇതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കത്രിമേശ. അങ്ങനെ മോളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് കത്രിമേശ കഴിച്ചു. അന്ന് കിടന്നുറങ്ങി. സൺഡേ മോർണിംഗ് എല്ലാ സഭകളിലും 5-5 മിനിറ്റ് അച്ഛന് കയറി. സൂമിലായിരുന്നല്ലോ ആരാധന നടക്കുന്നത്. അപ്പോൾ എല്ലാവരോടും കയറി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാവരും സന്തോഷമായിരിക്കണം, അങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാ ചർച്ചസിലും ഒന്ന് കയറിയിട്ട് പിറ്റേ ദിവസമായപ്പം
ശ്വാസം മുട്ടലുണ്ട്, സാച്ചുറേഷൻ ലെവൽ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആരെയും കാണിക്കുമോ, അങ്ങനെയൊന്നും ചെയ്യില്ല, അപ്പോൾ ആരും അകത്തൊന്നും വരത്തില്ല. ആൾക്കാർ വരുന്നുണ്ട്, കാണുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്, സഭയിലും പ്രാർത്ഥന നടക്കുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പം തിങ്കളാഴ്ച ആയപ്പോൾ കർത്താവിൻ്റെ ദാസൻ്റെ അടുത്ത് ഞാനായിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഓക്സിജൻ കോൺസെൻട്രേറ്റ് കൊടുക്കുന്ന ട്രിപ്പ് പൊയ്ക്കൊണ്ടിരിപ്പുണ്ട്. ഡോക്ടർ രാവിലെയും വൈകിട്ടും വന്ന് ഇവിടെ ഡ്രസ്സിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, ഡ്രസ്സിങ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ തന്നെ 2 പേര് പിടിച്ച് വേണം. അപ്പം ഞങ്ങളെ സഹായിക്കാൻ സുനു എന്ന് പറഞ്ഞ് മൈസൂരിലൊരു പൈതലുണ്ട്. ആ പൈതൽ ഞങ്ങളുടെ ഉണ്ട്, മോനും ഉണ്ട്, ഞാനും ഉണ്ട്, പിന്നെ മമ്മി, ഞങ്ങളുടെ എല്ലാവരും വീട്ടിലുണ്ട്, ചേച്ചിയുടെ മക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അന്ന് വെള്ളിയാഴ്ച സൺഡേ കഴിഞ്ഞ് മൺഡേ മോർണിംഗ് കഴിഞ്ഞ രാത്രിയിലാണ് ഞാനിങ്ങനെ കിടക്കുന്നതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ കുത്തിയിരിക്കുന്നതുകൊണ്ട് എന്നോട് ചോദിച്ചു, 2 മണിയായപ്പോൾ അച്ഛൻ ഒന്ന് ഉണർന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ നീ ഇങ്ങനെ ഇരിക്കുവാന്നോ, നീ കിടക്കുക, അപ്പം കുറച്ചുകൂടി ഡ്രിപ്പ് ഇങ്ങനെ പോകണം. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് ഫിനിഷായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് കിടക്കാം എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഇല്ല നീ അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛൻ കിടക്ക്, ഞാൻ കിടക്കാമെന്ന് പറഞ്ഞു. എനിക്ക് രാവിലെ ആയപ്പോൾ പറഞ്ഞു, ചൊവ്വാഴ്ച രാവിലെ പറഞ്ഞു എനിക്കൊന്ന് കുളിക്കണം, തലയൊന്നും ഷാമ്പു ചെയ്ത് കുളിച്ചില്ല, ഹോസ്പിറ്റലായിരുന്നല്ലോ. ഞങ്ങൾ അച്ഛനെ കുളിപ്പിച്ച് നന്നായിട്ട് കുളിപ്പിച്ച് കിടത്തിയപ്പോൾ എല്ലാവരും അയ്യോ നല്ല സുന്ദരനൊക്കെ പറഞ്ഞു, എല്ലാം വീട്ടിൽ കാര്യം പറയുന്ന പോലൊക്കെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോഴെല്ലാം എന്നോട് പറയുന്നുണ്ട്, 2-3 പ്രാവശ്യം ആ സമയം കൊണ്ട് എന്നോട് പറഞ്ഞു, പതറിപ്പോവല്ലോ, മോൾ ഉറച്ചു നിൽക്കണം, ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അച്ഛൻ്റെ കൈ പിടിച്ചോണ്ട് അച്ഛന് സൗഖ്യമാവില്ല, അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്. ബട്ട് രാവിലെ തൊട്ട് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടാണ്. മമ്മി വന്ന് ചോദിക്കുന്നത്, എന്തിനാ മോളെ തന്നെ ഇങ്ങനെ നോക്കി കിടക്കുന്നത്, എന്തെങ്കിലും പറയണോ പാസ്റ്റർ, എന്തെങ്കിലും പറയണമെന്ന് പറ. അപ്പോൾ എന്നെ തന്നെ നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഇരിക്കും അച്ഛൻ. ഒരു 2:30-3 മണിയായപ്പോൾ 2:30 കഴിഞ്ഞപ്പോഴും എന്നെ ഇങ്ങനെ, അപ്പോൾ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ 3 മണിയായപ്പോൾ അച്ഛൻ്റെ സാച്ചുറേഷനിൽ ഒത്തിരി കുറഞ്ഞു, 52-50 വന്നു. അപ്പം ഞങ്ങൾ തിരുമിയൊക്കെ നെഞ്ചൊക്കെ തിരുമി. അപ്പോഴത്തേക്കും ഡോക്ടർ വന്ന് പറഞ്ഞായിരുന്നു, ഒരു ലങ്സും വർക്കിംഗ് അല്ല, ലെഫ്റ്റ് മാത്രമേ വർക്കിംഗ് ഉള്ളൂ എന്ന് പറയാൻ ഇടയായിട്ട് തന്നു. ലാസ്റ്റ് ഒരു 3:30 ആയപ്പം കർത്താവിനെ പ്രിയം വെച്ച നാട്ടിലേക്ക് പോയി. അതിനു മുന്നേ കർത്താവിൻ്റെ ദാസൻ വെളിപ്പാട് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. തൻ്റെ വളരെ ഒരു ഷോർട്ട് പീരീഡിൽ തന്നെ കർത്താവിൻ്റെ വേലയിൽ ഒത്തിരി ഓടിയ ഒരു മനുഷ്യനായിരുന്നു പാസ്റ്റർ ജോൺസൺ. ഈ സാക്ഷി നിങ്ങൾ കേൾക്കുമ്പോൾ 55 വയസ്സായപ്പോൾ പ്രിയ കർത്തൃദാസൻ താൻ പ്രിയം വെച്ച ദൈവസേനയിൽ ചേർക്കപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ അവിടെ തന്നെ ഏകദേശം എത്ര വേലസ്ഥലങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു കാണും ആൻറ്റി? അച്ഛൻ ബാംഗ്ലൂരിൽ തന്നെ ഞങ്ങൾക്ക് 9 വേലസ്ഥലങ്ങൾ ബാംഗ്ലൂരിലുണ്ട്. പിന്നെ വില്ലേജ് മിനിസ്ട്രി ആണുള്ളത്, അവിടെ ഒത്തിരി ഉണ്ട്. ദൈവാത്മ ഓർപ്പിക്കുന്നത് എപ്പോഴും ഫാസ്റ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പ്രവർത്തനങ്ങൾ എടുക്കുക. ഏകദേശം എത്ര? more than 29 ഉണ്ട് വില്ലേജസിൽ തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന മാസം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ദൈവദാസന്മാരുണ്ട്. 5 ഇവാഞ്ചലിസ്റ്റ് ലേഡീസും ഉണ്ട്. 40 സഭകൾ, അത് ചില സഭകൾ ഹൗസ് മീറ്റിംഗ് ആണ് എങ്കിലും ഉണ്ടാക്കുവാൻ ദൈവം ഒരു കൃപ കൊടുത്തു ഈ പ്രിയ അഭിഷേകത്തിന്. ഇന്ന് കർത്താവിൻ്റെ ദാസനില്ല, പക്ഷേ കർത്താവിൻ്റെ ദാസി കർത്താവ് ബലപ്പെടുത്തി. ഒത്തിരി ദിവസമായിട്ടില്ല, ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. എങ്കിലും കർത്താവിൽ ബലപ്പെട്ട് ഇന്ന് നമ്മോട് സംസാരിപ്പാൻ കർത്താവിൻ്റെ ദാസി എത്തിയിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ ആൻറ്റി. പ്രൈസ് ദി ലോർഡ്. ഈ സഭ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ സഭ സ്ഥാപിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി? സഭ തുടങ്ങിയിട്ടാണെങ്കിൽ 28 വർഷമായി. ഇവിടെ തുടങ്ങിയിട്ട് 93 ഞങ്ങൾ വന്ന് ആരാധന തുടങ്ങിയതാണ്. ഈ മിനിസ്ട്രിക്കകത്താണെങ്കിൽ ഇപ്പം ബാംഗ്ലൂരിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ 9 പിന്നെ ബ്രാഞ്ച്, അതിൻ്റെ ഒക്കെ ഓരോ ബ്രാഞ്ച് എല്ലാം കൂടെ പാസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പം എല്ലാം കൂടെ ഒരു 15 പാസ്റ്റർമാർ കാണും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഈ പാസ്റ്ററിൻ്റെ കാലഘട്ടത്തിൽ വലിയ വിഷണറി ആയിരുന്നു അദ്ദേഹം. സഭാ പ്രവർത്തനങ്ങൾ മാത്രമല്ല ചെയ്തത്, വേറെ കുറച്ച് പ്രവർത്തനങ്ങൾ കൂടെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഷെയർ ചെയ്യുവേണ്ടി. ഞങ്ങൾ തുടങ്ങി 1999 തന്നെ ഞങ്ങൾ ബൈബിൾ ട്രെയിനിങ് സെൻറ്റർ തുടങ്ങാനിടയായിട്ട്. അതിൻ്റെ ബൈബിൾ ട്രെയിനിങ് സെൻറ്റർ അതിൻ്റെ ഒത്തിരി പിള്ളേർ പഠിച്ച് ഗ്രാജുവേറ്റ് ആയി ഒത്തിരി അടുത്ത് സഭകൾ സ്ഥാപിക്കപ്പെട്ട് അവർ ശുശ്രൂഷയിലാണ്. അതിൽ കൂടെ അല്ലേ? ആമേൻ. അതൊരു വലിയൊരു ദൈവിക പദ്ധതിയായിരുന്നു ദൈവദാസൻ അടുത്ത് ചെയ്തത്. എന്നിട്ട് അത് കഴിഞ്ഞ് ക്രമേണ ഞങ്ങൾ അത് കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ 2005-2006 ആയപ്പോൾ ഞങ്ങൾ ഓർഫനേജിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ തുടങ്ങി. ഓർഫനേജസ് നോർത്ത് ഇന്ത്യയിലുള്ള ഒത്തിരി പിള്ളേർ വന്ന് അങ്ങനെ ഞങ്ങൾ അവരെ താമസിപ്പിച്ച് ഇവിടെ തന്നെ എല്ലാം അവരുടെ ചെലവും കാര്യങ്ങളും പഠിത്തവും എല്ലാം ഞങ്ങൾ തന്നെ നോക്കി അവരെ വളർത്തുന്ന ഒരു അനുഭവം. എത്ര വർഷം അതുണ്ടായിരുന്നു? 2004 മുതൽ 2006
17 വരെ ഉണ്ടായിരുന്നു. 17 വരെ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്താണ് ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നത്, ഇങ്ങനെ ഓർഫനേജസിനൊക്കെ എതിരായിട്ട് നാട്ടിൽ ഒത്തിരി കേസസിൽ പാസ്റ്റർമാരെ അകപ്പെടുത്തുകയൊക്കെ ചെയ്ത് അങ്ങനെ കേസൊക്കെ ആയപ്പം പിന്നെ ഞങ്ങൾ തീരുമാനിച്ചെന്നാൽ ഇങ്ങനെ ഏകദേശം എത്ര പിള്ളേർ ഇത്രയും വർഷത്തിനകം ഇവിടെ നിന്ന് പഠിച്ച് പുറത്തു പോയി കാണും? ഇവിടുന്ന് പഠിച്ചിപ്പോയി ഓൾ ടുഗദർ പഠിച്ച പിള്ളേർ ഒരു 30-ൽ പരം പിള്ളേർ പഠിച്ചു പോയിട്ടുണ്ട്. അവർ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ആകുമ്പോഴത്തേനും ഓർഫൻസ് എന്നും പറഞ്ഞാൽ വരുന്നേ, പേരൻസ് കൊണ്ടുവരുന്നത്, ഉപ്പാപ്പന്മാർ അങ്ങനെ ആരെങ്കിലും ബ്രദേഴ്സ് അങ്കിളും അങ്ങനെ കൊണ്ടുവരുന്നതായിരിക്കും. പക്ഷെ അവർ പഠിച്ചൊന്ന് വളർന്നു വരുമ്പോഴത്തേനും ആരെങ്കിലും പേരൻസ് വരും, ഒന്നീ അമ്മ കാണും അല്ലെ അച്ഛൻ കാണും. പിന്നെ അങ്ങനെ ആയപ്പോൾ ഒത്തിരി ഞങ്ങൾക്ക് പിന്നെ ഒരു പ്രയാസമായിട്ട് തോന്നി, ലൈക്ക് സത്യസന്ധത കാണുന്നില്ല, ഇവര് കാര്യസാധനത്തിന് വേണ്ടി വരുവാണല്ലോ എന്നുള്ളൊരു ചിന്തയായി. എന്നിട്ടും കുഴപ്പമില്ല. ഞങ്ങൾ ആന്ധ്രയിലും ചിത്തൂരിൽ ഒരു പ്രവർത്തനം തുടങ്ങിയായിരുന്നു, ഓർഫനേജിൻ്റെ. അതുകൊണ്ടായിരുന്നു ഞങ്ങൾക്ക് ആദ്യമായിട്ട് അവിടെയും നടത്തുന്നുണ്ടായിരുന്നു, ഒരു പാസ്റ്ററിനെ ഏൽപ്പിച്ചിരിക്കുമായിരുന്നു. അവിടെയും പിന്നെ ഈ അവിശ്വസ്തത കാണുമ്പോൾ അച്ഛൻ ഒട്ടും സഹിക്കത്തില്ല. സത്യസന്ധത ഇല്ലാത്തവരൊന്നും അങ്ങനെ മനസ്സ് മടുത്തോ? അച്ഛൻ പിന്നെ അത് അങ്ങനെ ചെയ്യത്തില്ല. കള്ളത്തരം കാണിച്ച് ആരെങ്കിലും ചെയ്താൽ പറയും വേണ്ട എന്നുള്ള ഒരു താല്പര്യക്കാരനാണ്. ഓക്കെ, അത് ഓർഫനേജ് ഒരു ഭാഗത്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്തൊക്കെ ശുശ്രൂഷ? പിന്നെ ഞങ്ങൾ സ്കൂൾ തുടങ്ങി. അത് 2012 ഇവിടെ തന്നെ ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിൽ തന്നെ നമ്മൾ സ്കൂൾ തുടങ്ങാൻ ഇടയായിട്ടിരുന്നു. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഒരു ബ്രേക്ക് നിർത്തിയിരിക്കുന്നു എന്നേ ഉള്ളൂ. അതിലും ഉണ്ട് ഒരു 30 പിള്ളേർ പഠിക്കുന്നുണ്ട്. ഈ ചെറു ഷോർട്ട് പീരീഡിൽ ദൈവം കൊടുത്ത ദർശനത്തിനൊത്തവണ്ണം ആ കർത്താവിൻ്റെ ദാസൻ തന്നാൽ കഴിയുന്ന ശുശ്രൂഷകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു ആകസ്മികമായിട്ടുള്ള ഒരു വേർപാട്. പക്ഷേ നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാൻ അനുവാദമില്ലല്ലോ. ദൈവം തൻ്റെ സമയത്ത് പ്രിയ ദൈവമകനെ കർത്താവിൻ്റെ അടുക്കൽ ചേർത്തു. പക്ഷേ ഞാൻ ആൻറ്റിയോട് ചോദിക്കുക, ഞാനിപ്പം വന്ന് സംസാരിക്കുമ്പോഴും സാധാരണ മനസ്സ് ഉടഞ്ഞ് തകർന്നിരിക്കേണ്ട സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ ബലപ്പെട്ട് ദൈവസന്നിധിയിലിരിക്കുന്നത്? അത് കർത്താവിൻ്റെ ഒരു ബലം മാത്രമാണ്, അല്ലാതെ സ്വന്തം ബലത്തിലല്ല. കർത്താവിൻ്റെ ദാസൻ മരിച്ച് അങ്ങോട്ട് കടന്നപ്പോൾ തന്നെ പെട്ടെന്ന് ദൈവത്തിൻ്റെ ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, നീ പുരുഷനെ പോലെ അര മുറുക്കിക്കൊള്ളാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു. അങ്ങനെയുള്ളതിനാ ഇങ്ങനെ ദൈവം എന്നോട് പറയുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് മരിച്ച ഉടനെ ദൈവാത്മാനോട് പറഞ്ഞു, ഐഷ്യാസ് ചാപ്റ്റർ 55 നിന്റെ സിസ്റ്റർ ആണ് നിന്റെ ഭർത്താവ്, വീണ്ടെടുപ്പുകാരനാണ് നിന്റെ മകൾ. ആ വാക്യം എൻ്റെ മനസ്സിനകത്ത് ഓടിങ് വരുമായിരുന്നു. പെട്ടെന്ന് ആ വാക്യം വന്നപ്പോൾ ഉടനെ ഞാനങ്ങ് ധൈര്യപ്പെട്ടു. അപ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞത്, ഞാൻ കർത്താവിൻ്റെ ദാസനെ കണ്ടുമുട്ടുന്നതിനെ യേശു ദൈവത്തെ ഞാൻ എൻ്റെ ഭർത്താവ് അംഗീകരിച്ചു. അതുകൊണ്ട് ആ ബലമാണ് എന്നെ ഇന്നും ധൈര്യത്തോട് നിർത്തുന്നത്. മീൻസ് കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. അതുമാത്രമല്ല ഞങ്ങൾ ഒരുമിച്ച് സ്നേഹിച്ച് വളർന്നുകൊണ്ട് എൻ്റെ അകത്ത് അച്ഛനുണ്ടെന്ന് എനിക്കൊരു ഉറപ്പാണ്. ലൈക്ക് ഐ നോ ഹീസ് വിത്ത് മീ, ഹീസ് നോട്ട് ഗോൺ. ആ ഒരു ഫീൽ, ഐ ക്യാൻ ഫീൽ ഹിസ് പ്രസൻസ്. ബന്ധത്തിൽ ഉടലെടുത്ത ഒരു സംഭവമാണ്. ഇപ്പം എങ്ങനെയായി കർത്താവിൻ്റെ വേല നിങ്ങൾ ശക്തിപ്പെട്ട് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ഇത്രയും ശുശ്രൂഷകൾ ദൈവം തരുന്ന കൃപയ്ക്കൊത്തുവണ്ണം ഞാൻ ദൈവത്തോട് അധികം പ്രാർത്ഥിക്കും. പൊതുവിലൊക്കെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെങ്കിലും ദൈവസേനയിൽ പോയി നിലവിളിച്ച് കരയും. ദൈവത്തിൻ്റെ പാതപിടുത്ത് കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞ് ഒത്തിരി നേരം കരഞ്ഞ് ഞാൻ ദൈവത്തോട് സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞു കഴിയുമ്പോൾ കർത്താവ് അറിയാതെ എനിക്കൊരു ബലം അങ്ങ് തരുക. ഞാൻ അറിയത്തില്ല, ഐ ബിക്കം അനദർ പേഴ്സൺ. അപ്പോൾ തന്നെ എനിക്ക് ഏത് വിഷയത്തെയും ഫേസ് ചെയ്യാനുള്ള തൻ്റെയും കരുത്തും ഒക്കെ കർത്താവ് തരുന്നു. ആത്മാവിൻ്റെ ശക്തിയല്ല, അത് മറ്റൊന്നുമല്ല. ഒരു ഭാഗത്ത് വേദനകളുണ്ടെങ്കിലും മറുഭാഗത്ത് ദൈവം കൊടുത്ത ബലം അതേ ഉള്ളൂ. മാനുഷികമായിട്ട് ഒരിക്കലും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഒരു മെയിൻ ചേർച്ച് ഇവിടെയുണ്ട്, അതുപോലെ കുറേ ബ്രാഞ്ച് ചർച്ചസ്, അതുപോലെ കുറച്ച് ദൈവത്തിൻ്റെ ദാസന്മാരുണ്ട്. പക്ഷേ ഇവരെയൊക്കെ കർത്താവിൻ്റെ തന്നെ ബലപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവം ഒരു ബലം തൻ്റെ മകളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാണ്. അതുപോലെ എൻ്റെ മക്കളെക്കുറിച്ച് പറയാമോ? 2 മക്കളാണ് ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നത്. മൂത്ത മോള് ടിബിൽസി ജോർജിയയിൽ മെഡിസിൻ കഴിഞ്ഞിട്ട് ഇപ്പം ജർമ്മൻ്റെ പ്രദേശത്ത് MD ചെയ്യുവാണ്. സ്പെഷ്യലൈസേഷനാണ് ഹാർട്ടിൽ, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. മോനാണെങ്കിൽ 12th കഴിഞ്ഞിട്ട് അവന് അമേരിക്കയുടെ പ്രദേശത്തേക്ക് പോയി ഫെയ്ത്ത് ഇൻ്റർനാഷണൽ ബൈബിൾ കോളേജിൽ BTH വിത്ത് വർഷിപ്പ് ആൻഡ് മ്യൂസിക്. 2 മക്കൾ നന്നായിട്ട് പാടും, കർത്താവിനെ ആരാധിക്കും. അങ്ങനെ അവരവിടെ ആയിരിക്കുന്നു. വിവാഹമായിട്ടില്ല, പഠനത്തിലാണ് 2 പേരും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ ദൈവസേനയിൽ ചേർക്കപ്പെട്ടു. എങ്കിലും വിട്ടേച്ച് പോയി ശുശ്രൂഷകളുണ്ട്. ദൈവം തന്ന കൃപയ്ക്കത്തുള്ള അടുത്ത നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ് കർത്താവിൻ്റെ വേല അവിടെ ഇവിടായി സ്ഥാപിക്കുക. അതായത്
മീൻസ് സഹായം മറ്റവരുണ്ടല്ലോ. ഒത്തിരി ദൈവദാസന്മാർക്ക് മുന്നോട്ട് ശുശ്രൂഷകൾ കൊണ്ടുപോകാൻ ഒക്കാതെ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിനെ മുന്നോട്ട് നടത്തുവാൻ കഴിയാതുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഞങ്ങൾ അവരെ കൈ താങ്ങണമെന്നാണ് പ്രാർത്ഥിച്ച് ദൈവ ആലോചന തരുവാണെങ്കിൽ മാത്രം ദൈവാത്മാ പറയുന്നവരൊക്കെ ചേർത്ത് നിർത്തുക എന്നുള്ളൊരു താല്പര്യമാണ് എൻ്റെ. മീൻസ് ആരെയും വിട്ട് കളയേണ്ട, അല്ലെങ്കിൽ കൊച്ചാന്നേലും വലിയതാന്നേലും എത്ര സഭയുള്ള അതെൻ്റെ അല്ല, അവരെയും കൂടെ ചേർത്ത് ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ശുശ്രൂഷയുടെ വിശാലതയ്ക്ക് വേണ്ടിയിട്ട്. അത് മാത്രമല്ല ഈ ദൈവാസം തുടങ്ങി വെച്ച മിനിസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് എത്ര വില കൊടുത്താന്നല്ല ആരും എന്നോട് കൂടെ നിന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നത്, സഭയിലും ദേവദാസന്മാരോടൊക്കെ ഞാൻ മീറ്റിംഗ് കൂടുമ്പോഴും പറയുന്നത്, നിങ്ങൾ ആരും എന്നോട് കൂടെ നിന്നില്ലേലും കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ എൻ്റെ ജീവനുള്ളിടത്തോളം വിശ്വസ്തയോടെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് ദൈവം തൻ്റെ അഭിഷേകത്തിൽ കൂടെ ആരംഭിച്ച കാര്യമാണത്. ബൈബിളിൽ വാക്യമുണ്ട്, നിങ്ങളുടെ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ യേശു ക്രിസ്തുവിന്റെ നാളോളം കാക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ദൈവത്താലാണ് ആരംഭിക്കപ്പെട്ടതെങ്കിൽ മുമ്പോട്ട് വളരെ ദൈവം ശക്തനല്ലേ? യെസ്, തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു കൃപയും ദൈവം കരം പിടിച്ച് നടത്തുന്നുള്ളൊരു വിശ്വാസമേ ഉള്ളൂ പാസ്റ്ററെ, വേറെ ഒന്നുമില്ല. അതുപോലെ അതിൻ്റെ ഈ പാസ്റ്റർ ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് കർത്താവിന്റെ ദാസന് ചില പുസ്തകം എഴുതാൻ ദൈവം കൃപ കൊടുത്തു. 1997 ഡാനിയൽ ഒരു പ്രവചനം, ഒരു പഠനം എന്നുള്ള പുസ്തകം എഴുതി അത് പബ്ലിഷ് ചെയ്യാൻ ഇടയായിത്തീർന്നു. അതേസമയം തന്നെ അത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നെഹമ്യാവിൻ്റെ പുസ്തകം ഒരു പഠനം എഴുതാൻ ദൈവം ആലോചന കൊടുത്തു. അതും എഴുതി 2019 അത് പബ്ലിഷ് ചെയ്തു. കർത്താവിന്റെ ദാസൻ ഞങ്ങൾ കോവിഡ് ആയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു നെഹമ്യാവിൻ്റെ പുസ്തകം പൂർത്തീകരിച്ചതിന് ശേഷം ദൈവം പറഞ്ഞു വെളിപ്പാട് പുസ്തകം എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ പണിക്കായിട്ട് രാവും പകലും ദൈവത്തോടു കൂടെ ആയിരുന്നു. അത് ദൈവാത്മാവ് ദർശനം കൊടുത്തു, ആലോചനയൊക്കെ കൊടുത്ത് അങ്ങനെ അത് പൂർത്തീകരിച്ച് എഡിറ്റിങ്ങിന് അല്ലെങ്കിൽ പ്രൂഫ് റീഡിങ്ങിന് കൊടുത്തപ്പോഴാണ് കർത്താവിന്റെ ദാസൻ ഹോസ്പിറ്റലിലേക്ക് പോയി അഡ്മിറ്റ് ആവാൻ ഇടയായിട്ടുന്നത്. പിന്നെ കർത്തസനിൽ ചേർക്കപ്പെട്ടു. എന്നാൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം താൻ എല്ലാം പൂർത്തീകരിച്ചു. ഞാനത് തൻ്റെ മരണം കഴിഞ്ഞ് ഞാൻ ലാപ്ടോപ്പ് എടുത്ത് ആ നോട്ട്സ് നോക്കുമ്പം എന്നോട് പറഞ്ഞായിരുന്നു എല്ലാം കഴിഞ്ഞ് ചാർട്ട് എഴുതണം, പിന്നെ 2 ചാർട്ട് വെക്കണം, പിന്നെ ലാസ്റ്റ് ആ പേജിൽ മാറാനാഥാന്ന് വരെ എഴുതിയിട്ടുണ്ട്. ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ദൈവത്തിൻ്റെ ഓരോ പരിപാടികളെ കർത്താവിൻ്റെ ദാസൻ അത് പൂർത്തീകരിക്കാതെ പോയെങ്കിൽ ഞാൻ ചിന്തിച്ച ദൈവം ഞാൻ എന്ത് ചെയ്തേനെ. പക്ഷേ അതെല്ലാം പൂർത്തീകരിച്ച് ലാസ്റ്റ് ഫൈനൽ എഡിറ്റിങ്ങും ഫൈനൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. കൺവെൻഷനോടുള്ള ബന്ധത്തിൽ 14-ാം തീയതി ഞങ്ങളത് റിലീസ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തോളം സഹായിച്ചെല്ലാം കർത്താവിൻ്റെ ഒരു കൃപ. നമ്മൾ ഈ സന്ദേശം നിങ്ങളെ സാക്ഷി കേൾക്കുമ്പോൾ ഒരുപക്ഷെ ലൈഫിൽ ഇതുപോലത്തെ എന്തെങ്കിലും ആകസ്മികമായിട്ടുള്ള വേർപാടുകളിൽ പെട്ട് തകർന്ന് ഇനി അടുത്ത് എനിക്ക് എങ്ങനെ സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് മാനസികം ഉടഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഈ ഒരു സാക്ഷ്യം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ബലപ്പെടും. ഇത് 3 മാസം ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ പ്രിയ ആൻറ്റിയുടെ ഈ ഒരു സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോൾ. തൻ്റെ ഭർത്താവ് മരിച്ചിട്ട് സ്തോത്രം. നിങ്ങൾ ആർക്കെങ്കിലും ഇനി എല്ലാം തീർന്നു പോയി, ഇനി ഒന്നും എനിക്ക് ഇല്ല, ഇനി എനിക്കൊന്നും മുമ്പോട്ട് ഓടാൻ പറ്റത്തില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, ചിലർ ചിന്തിക്കും ദൈവരോട് ഇങ്ങനെ ചെയ്തല്ലോ, നിങ്ങൾ കർത്താവിൻ്റെ പരാതി പറയണ്ട. നിങ്ങൾ കർത്താവിൽ വീണ്ടും അധികമായി ആശ്രയിക്കുക. സ്തോത്രം. ഏതെങ്കിലും മേഖലയിൽ തകർന്നിരിക്കുന്നവരുണ്ടോ? ഇന്ന് ഈ സാക്ഷി നിങ്ങളെ ബലപ്പെടുത്തണം. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. എൻ്റെ ഈ ഒത്തിരി ആൾക്കാർ മാനസികമായി ഇതുപോലെ ഇതല്ലെങ്കിൽ മറ്റൊരു വിഷയം തകർന്നിരിപ്പുണ്ട്. ഇനി എന്ത് ചെയ്യും? പലരും മിനിസ്ട്രിയിൽ ഡൗൺ ആയിട്ടുണ്ട്. ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഡൗൺ ആയിരിപ്പുണ്ട്. അവരോടുള്ള ഒരു സന്ദേശം ഒന്നറിയിക്കാമോ? എനിക്ക് പറയാനുള്ളത്, ദൈവദാസന്മാർക്കൊരു ദർശനം കൊടുത്താൽ അതോട് ചേർന്ന് നമ്മുടെ ദർശനം അതാക്കി മാറ്റണം. മീൻസ് നമ്മളും അതോട് ചേർന്ന് നിന്ന് ആ ദൈവത്തോടുള്ള ആ ഇൻറ്റിമസിയാണ് നമ്മളെ ബിൽഡപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവദാസനോട് കൂടെ ആ ദർശനം നമ്മുടേതെന്ന് പറഞ്ഞ് നമ്മൾ കൈ കോർത്ത് നമ്മൾ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി എത്ര ചിലവ് അല്ലെങ്കിൽ മുതൽ കൊടുക്കാൻ തയ്യാറാണോ അത്രത്തോളം ദൈവം നമ്മുടെ കൂടെ നിൽക്കും. പിന്നെ ആ ദൈവദാസൻ മാറ്റപ്പെട്ടാലും അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ ശുശ്രൂഷ നമ്മൾ ഏൽപ്പിച്ച ആളോ മാറ്റപ്പെട്ടാലും വി വിൽ ബി ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്. ബിക്കോസ് ദൈവമാണ് നമ്മളെ വേലയിൽ വിളിച്ചാക്കുന്നത്, അല്ലേ? നമ്മളായിട്ട് തിരഞ്ഞെടുക്കുന്നതല്ല, ദൈവമാണ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത്. അതുകൊണ്ട് ഐ തിങ്ക് വി ഹാവ് ടു സ്റ്റെപ്പ് ഫോർവേഡ് ഇറ്റ്സെൽഫ്. ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഈ നമ്മൾ സാധാരണ ഉള്ള കൊയ്ത്തിൻ്റെ വേലക്കാർ എന്നുള്ള പ്രോഗ്രാമിൽ നിന്ന് അല്പം
വ്യത്യസ്തമായ ടൈം എപ്പിസോഡ് വരുന്നത് എനിക്കറിയാം. പക്ഷേ ഈ സന്ദേശം ആരെയൊക്കെ ബലപ്പെടുത്തുവാനുള്ളതാണ് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. പതറരുത്, കർത്താവിൽ ബലപ്പെടുക. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്, കർത്താവ് നിങ്ങൾ കൈവിടത്തില്ല. ആൻഡ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇത്രയും സമയം ഞങ്ങളുമായി ചെലവഴിച്ച് നിങ്ങളുടെ സാക്ഷ്യം പറയുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ. എൻ്റെ ഇത്രയും സമയം ഈ ഒരു മാനസികമായി തകർന്ന സമയത്തും കർത്താവിൽ ബലപ്പെട്ട് നിങ്ങളുടെ സാക്ഷ്യം ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആൻറ്റി കാണിച്ച നല്ല മനസ്സിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹാർവസ്റ്റ് ടിവിയുടെ പേരിലുള്ള എല്ലാ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ഹാർവസ്റ്റ് ടി വിയിൽ ഞാനൊരു ഭാഗമായി തീരുവാൻ തക്കവണ്ണം നിങ്ങൾ എനിക്കത് നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവരോടും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.